എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. മലയാളിക്ക് പുതിയൊരു പ്രകാശത്തിന്റെ പ്രതീക്ഷയുടെ തുടക്കമാണ് വിഷുക്കാലം. 2026 ഏപ്രിലിൽ മേടം ഒന്ന് ഉദിച്ചുയരുമ്പോൾ അത് കേവലമൊരു കലണ്ടർ മാറ്റമല്ല, മറിച്ച് ജ്യോതിഷപരമായി പുതിയൊരു സൗരവർഷത്തിന്റെ തുടക്കം കൂടിയാണ്. ഗ്രഹഗതികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുമെന്ന് അറിയാൻ ഏവർക്കും താൽപ്പര്യമുണ്ടാകും. ഈ വിഷുക്കാലം മുതൽ മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന ഗുണദോഷ ഫലങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം. അശ്വതി നക്ഷത്രം. ആദ്യമായി അശ്വതി നക്ഷത്രക്കാരെക്കുറിച്ച് പറയാം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വിഷുവിന് ശേഷം സമ്മിശ്രമായ ഫലങ്ങളാണ് പ്രവചിക്കപ്പെടുന്നത്. തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കാനിടയുള്ള കാലമാണിത്. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനോ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാനോ ഉള്ള സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം പകുതിയോടെ അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങും. എങ്കിലും സഹപ്രവർത്തകരുമായോ അധികാരികളുമായോ സംസാരിക്കുമ്പോൾ അല്പം സംയമനം പാലിക്കുന്നത് ഗുണം ചെയ്യും. സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധികൾ ഈ കാലയളവിൽ കാണുന്നില്ല. എങ്കിലും കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ പണം നിക്ഷേപിക്കുന്നത് ഒഴിവാക്കണം. കുടുംബത്തിൽ ചില ചെറിയ തർക്കങ്ങൾ ഉയർന്നുവരാമെങ്കിലും അവ പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടും. അവിവാഹിതർക്ക് അനുയോജ്യമായ ആലോചനകൾ വരാൻ ഈ സമയം വളരെ ഉത്തമമാണ്. ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ്. പ്രത്യേകിച്ച് ദൂരയാത്രകൾ ചെയ്യുമ്പോഴും ഭക്ഷണകാര്യത്തിലും ജാഗ്രത പാലിക്കണം. ഈ വിഷുക്കാലത്ത് ഗണപതി ഹോമം നടത്തുന്നതും നിത്യവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും നിങ്ങളുടെ തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. ഭരണി നക്ഷത്രം. അടുത്തതായി ഭരണി നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ഈ വിഷുവിന് ശേഷം കർമ്മരംഗത്ത് വലിയ മുന്നേറ്റങ്ങളുണ്ടാകുന്ന വർഷമാണ്. നിങ്ങൾ ഏറെ നാളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഈ കാലയളവിൽ ഫലം ലഭിച്ചു തുടങ്ങും. കലാസാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും പുതിയ അവസരങ്ങളും തേടിയെത്തും. സാമ്പത്തികമായി നോക്കിയാൽ അപ്രതീക്ഷിതമായ ധനലാഭം പ്രതീക്ഷിക്കാം. പൈതൃകമായി ലഭിക്കാനുള്ള സ്വത്തുക്കളോ നിലച്ചുപോയ സാമ്പത്തിക സ്രോതസ്സുകളോ തിരികെ ലഭിക്കാൻ ഈ സമയം അനുകൂലമാണ്. വീട് പണി പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനാവശ്യമായ സാമ്പത്തിക സഹായം പല വഴികളിലൂടെയും എത്തിച്ചേരും. വിദ്യാർത്ഥികൾക്ക് ഈ വർഷം വളരെ മികച്ചതാണ്. വിദേശത്തോ ദൂരദേശത്തോ ഉപരിപഠനത്തിനാഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങും. എങ്കിലും അമിതമായ ആത്മവിശ്വാസം കൊണ്ട് ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുള്ളതിനാൽ മുതിർന്നവരുടെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും. ഐശ്വര്യത്തിനായി വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ഭജനം നടത്തുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും ഭരണി നക്ഷത്രക്കാർക്ക് വലിയ ഗുണം നൽകും. കാർത്തിക നക്ഷത്രം. മേടക്കൂർ. മേടക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വിഷുവിന് ശേഷം ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന കാലമാണ്. നിങ്ങളുടെ വ്യക്തിപ്രഭാവം സമൂഹത്തിൽ വർദ്ധിക്കും. രാഷ്ട്രീയത്തിലോ സാമൂഹിക സേവനത്തിലോ ഉള്ളവർക്ക് ജനസമ്മതിയും പുതിയ പദവികളും ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിതിയിൽ വലിയ പുരോഗതി തന്നെ ഈ വർഷം പ്രതീക്ഷിക്കാം. പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് സുവർണാവസരമാണ്. പുതിയ വാഹനമോ വീടോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ സ്വപ്നങ്ങൾ ഈ കാലയളവിൽ സഫലമാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും സന്തോഷവാർത്തകൾ കേൾക്കാനും യോഗമുണ്ട്. കുട്ടികളില്ലാത്തവർക്ക് സന്തോഷകരമായ വാർത്തകൾ ലഭിക്കാൻ ഈ സമയം അനുയോജ്യമാണ്. ഭാഗ്യവർദ്ധനവിനായി ഞായറാഴ്ചകളിൽ ആദിത്യഹൃദയം ജപിക്കുന്നതും സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കുന്നതും ഉത്തമമാണ്. ചുരുക്കത്തിൽ മേടക്കൂറുകാരായ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ 2026 വിഷുക്കാലം പുതിയ പ്രതീക്ഷകളും പുരോഗതിയും സമ്മാനിക്കുന്ന ഒന്നാണ്. ജ്യോതിഷം നമുക്ക് മുന്നറിയിപ്പുകളും വഴികാട്ടികളും മാത്രമാണ് നൽകുന്നത്. കൃത്യമായ പ്രയത്നവും ഈശ്വരാധീനവുമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങളുടെ ജാതകത്തിലെ ദശാപഹാരങ്ങൾ അനുസരിച്ച് ഈ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാമെന്നത് എപ്പോഴും ഓർക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഐശ്വര്യപൂർണമായ ഒരു വിഷുക്കാലം ആശംസിക്കുന്നു.